അമേരിക്കൻ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട വിഷയത്തിൽ തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചർച്ച നടക്കും. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനി പ്രതിനിധികളും ജീവനക്കാരും പ്രതിനിധികളും പങ്കെടുക്കും. രാവിലെ 11-നാണ് ചർച്ച. ജോലി നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു IT കമ്പനി തൊഴിൽ വാഗ്ദാനം ചെയ്തെങ്കിലും ജീവനക്കാർ സ്വീകരിച്ചിട്ടില്ല. ഷീന തുടരുന്നുണ്ട്. ഷീന, പലവട്ടം ചർച്ചകൾ നടത്തിയതാണ്, പക്ഷേ കമ്പനി നിലപാടിൽ നിന്ന് മാറാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ എത്ര കണ്ട് പ്രതീക്ഷ വയ്ക്കാം? ഹൈക്കോടതി കൂടി ഇടപെട്ട വിഷയമാണ് ജിൻസി. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട വിഷയമാണ്. കോടതിക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല, കാരണം ഒരു കമ്പനി പ്രവർത്തനം നിർത്തുന്നതാണ്. അതുകൊണ്ട് കോടതിക്ക് ഇതിലൊരു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചർച്ചയിലൂടെ പരിഗണിക്കണം. ഇത് സർക്കാരിന്റെ കൂടി ആവശ്യമാണ്. അല്ലെങ്കിൽ 800 പേരുടെ ജോലി, 850ഓളം ജീവനക്കാരുടെ ജോലി, അതിലധികവും സ്ത്രീകളാണ്. അത്ര ആളുകളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയം. അതിൽ സർക്കാർ ഇടപെടണം. സർക്കാർ ഇടപെട്ട് ഒരു ചർച്ചയ്ക്ക് വിധേയമാകണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ഉണ്ടായിരുന്നത്. അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം 6-ാം തീയതി ഒരു ചർച്ചയുണ്ടായിരുന്നത്. പക്ഷേ ആ ചർച്ചയിലും കൃത്യമായ ഇടപെടലുകളൊന്നും ഫലം കണ്ടിരുന്നില്ല. ഇന്ന് ഒരിക്കൽ കൂടി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അനക്സ് 2-ലാണ് ചർച്ച നടക്കുന്നത്. കമ്പനി പ്രതിനിധികൾ, HR അടക്കമുള്ള 2 കമ്പനി പ്രതിനിധികളും കൂടിയാണ് ഈ ചർച്ച ഉണ്ടാവുക. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായ ചർച്ചയിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം കമ്പനി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾ എല്ലാ നഷ്ടപരിഹാരവും കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ജോലി പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നഷ്ടപരിഹാരവും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജോലി പിരിച്ചുവിടലിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കമ്പനി കേരളത്തിൽ തുടരാൻ തങ്ങളില്ല എന്നൊരു നിലപാടാണ് കമ്പനി അധികൃതരുള്ളത്. ഏത് തരത്തിലാണ് ഈ 850 പേരുടെ സ്ഥിതി, അല്ലെങ്കിൽ അവരുടെ നിലവിലെ ജോലിയിലേക്ക് ഇനി ഇത് ബാധിക്കുക എന്നുള്ളത് കണ്ടറിയണം. ഇന്നത്തെ ചർച്ച വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ കമ്പനി അധികൃതരും തൊഴിലാളികളും ചേർന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയിൽ ഏതെങ്കിലും എന്തായാലും വളരെ നിർണായകമായ ചർച്ചയാണ്. എന്ത് തീരുമാനമുണ്ടാകും ഈ ചർച്ചയിൽ എന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. ഹൈക്കോടതി അടക്കം ഇടപെട്ട ഒരു വിഷയം കൂടിയാണ്.